ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വിദ്യാർത്ഥി ലോകം ഈസിലേക്ക് സ്വാഗതം. മങ്കി പോക്സിനെതിരെ വാക്സിൻ വികസിപ്പിക്കാനൊരുങ്ങി കേന്ദ്രം. വിവിധ മരുന്നു കമ്പനികളുമായി ഇതിനായി കേന്ദ്ര സർക്കാർ ചർച്ച ആരംഭിച്ചു എന്നാണ് വിവരം. ഇന്ത്യയിൽ മങ്കി പോക്സ് കേസുകൾ വർദ്ധിക്കുന്നതിനിടെയാണ് കേന്ദ്രം ഇതിനായി നീക്കം നടത്തുന്നത്. മരുന്നു കമ്പനികൾക്ക് അടുത്ത മാസം 10-ാം തീയതിക്കകം സമ്മതപത്രം സമർപ്പിക്കാം. കേരളത്തിൽ 3 കേസുകൾ ഉൾപ്പെടെ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ മങ്കി പോക്സ് റിപ്പോർട്ട് ചെയ്തിരുന്നു. ഒരു മാസം മുമ്പ് വിദേശത്ത് നിന്നെത്തിയ ആൾക്കുൾപ്പെടെ ഡൽഹി ഗാസിയാബാദിൽ 2 പേർക്ക് പനിയും ശരീരത്തിൽ കുമിളകളും കണ്ടെത്തിയതിനെ തുടർന്ന് LLGP ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇതിനിടെ ഉത്തർപ്രദേശിൽ 3 പേര് മങ്കി പോക്സ് ലക്ഷണങ്ങൾ കണ്ടിരുന്നു. രാജ്യത്ത് മങ്കി പോക്സ് പരിശോധനാ കിറ്റ് വികസിപ്പിക്കാനും കേന്ദ്രം ആലോചിക്കുന്നുണ്ട്. പരിചയസമ്പന്നരായ വാക്സിൻ കിറ്റ് നിർമ്മാതാക്കളിൽ നിന്നും കേന്ദ്രം അപേക്ഷകൾ ക്ഷണിച്ചിട്ടുണ്ട്. ഓഗസ്റ്റ് 10 ആയിരിക്കും അവസാന തീയതി എന്നാണ് ICMR അറിയിച്ചിരിക്കുന്നത്. അതിനിടെ ആഗോളതലത്തിൽ മങ്കി പോക്സ് വ്യാപന സാഹചര്യത്തിൽ ആഗോള പകർച്ചവ്യാധിയായി ലോകാരോഗ്യ സംഘടന പ്രഖ്യാപിച്ചിരുന്നു. മങ്കി പോക്സ് പകർച്ച അസാധാരണമാണെന്നും ലോകാരോഗ്യ സംഘടനയുടെ തലവൻ ടെഡ്രോസ് അദാനോം ഗബ്രിയേസസ് പ്രഖ്യാപിച്ചിരുന്നു. രാജ്യത്തെ ആദ്യ 3 കേസുകളും കേരളത്തിൽ സ്ഥിരീകരിച്ചപ്പോൾ 4ാമത്തെ കേസ് കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ സ്ഥിരീകരിച്ചു. മൗലാന അബ്ദുൽ കലാം ആശുപത്രിയിൽ 31 വയസ്സുള്ള യുവാവിനാണ് രോഗം സ്ഥിരീകരിച്ചത്. ചികിത്സയിൽ കഴിയുന്നതിനിടെയാണ് ഇയാൾക്ക് രോഗം സ്ഥിരീകരിച്ചത്. എന്നാൽ ഇയാൾ വിദേശയാത്ര നടത്തിയിട്ടില്ല എന്നുള്ള വസ്തുതയാണ് ആരോഗ്യ വിഭാഗത്തെ ആശങ്കയിലാക്കിയിരിക്കുന്നത്. എന്താണ് മങ്കി പോക്സ്? തീവ്രത കുറവാണെങ്കിലും 1980-ൽ ലോകമെമ്പാടും ഉന്മൂലനം ചെയ്യപ്പെട്ടതായി പ്രഖ്യാപിക്കപ്പെട്ട ഓർത്തോപോക്സ് വൈറസ് അണുബാധയായ വസൂരിയുടെ ലക്ഷണങ്ങളുമായി മങ്കി പോക്സ് ലക്ഷണങ്ങൾക്ക് സാദൃശ്യമുണ്ട്. പ്രധാനമായും മധ്യ പടിഞ്ഞാറൻ ആഫ്രിക്കയിലാണ് ഈ രോഗം കാണപ്പെടുന്നത്. 1958-ലാണ് ആദ്യമായി കുരങ്ങുകളിൽ രോഗം സ്ഥിരീകരിച്ചത്. 1970-ൽ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോയിൽ 9 വയസ്സുള്ള ആൺകുട്ടിയിലാണ് മനുഷ്യരിൽ വാനര വസൂരി ആദ്യമായി കണ്ടെത്തിയത്. രോഗം ബാധിച്ച മൃഗങ്ങളുടെ രക്തം, ശരീരസ്രവങ്ങൾ എന്നിവ വഴി നേരിട്ടുള്ള സമ്പർക്കത്തിലൂടെ മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്ക് വാനര വസൂരി പകരാം. അണ്ണാൻ, എലികൾ, വിവിധ ഇനം കുരങ്ങുകൾ എന്നിവയുൾപ്പെടെ നിരവധി മൃഗങ്ങളിൽ വാനര വസൂരി വൈറസ് അണുബാധയുടെ തെളിവുകൾ കണ്ടെത്തിയിട്ടുണ്ട്. വനമേഖലയിലോ സമീപത്തോ താമസിക്കുന്ന ആളുകൾ രോഗബാധിതരായ മൃഗങ്ങളുമായുള്ള സമ്പർക്കമുണ്ടായാൽ രോഗബാധയുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. രോഗബാധിതനായ ഒരാളുടെ ശ്വാസകോശ സ്രവങ്ങളുമായുള്ള അടുത്ത സമ്പർക്കത്തിലൂടെയാണ് മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്ക് രോഗം പകരുന്നത്. ക്ഷതങ്ങൾ, ശരീരസ്രവങ്ങൾ, ശ്വസനത്തുള്ളികൾ, കിടക്ക പോലുള്ള വസ്തുക്കൾ എന്നിവയുമായുള്ള അടുത്ത സമ്പർക്കം, രോഗം ബാധിച്ചയാളുമായുള്ള ലൈംഗിക ബന്ധം എന്നിവയിലൂടെ വാനര വസൂരി വൈറസ് ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നാളത്തെ രാജ്യത്തെ പ്രധാന വാർത്തയുടെ വിശകലനവുമായി കാണാം. അതുവരേക്കും ഗുഡ് ബൈ.